ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നോക്കാം ഈ ഒരു മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. സവാള വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഏലക്കായ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മീഡിയം സൈസിലൊക്കെ ഉള്ളതാണെങ്കിൽ 3 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. 2 സവാളയും 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ 5 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. സവാള ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ. അങ്ങനെ പൊടികളുടെ റോ സ്മെല്ലൊക്കെ മാറിയിട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പിൻ്റെ കുറച്ച് മുകളിൽ ഒരു 1.25 കപ്പൊക്കെ അളവിൽ തേങ്ങാപ്പാൽ, തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് കൈയെടുക്കാതെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. തേങ്ങാപ്പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തേങ്ങാപ്പാൽ ചേർത്തിട്ട് കറി ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചുകൊണ്ട് ഇതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാലിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം. പിന്നെ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കുകയോ ചൂടാക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിടുന്നത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ കുരുമുളക് പൊടി ചേർക്കാം. അതുപോലെ പച്ച വെളിച്ചെണ്ണ ഒരു 1/2 ടീസ്പൂൺ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഒരു 5-10 മിനിറ്റൊക്കെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം, സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മുടെ ചാനലിൽ വേറെയും മുട്ടക്കറി റെസിപ്പീസൊക്കെ ഉണ്ട്, അതൊക്കെ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്